കേരളത്തിന്റെ മുഴുവൻ ശിവക്ഷേത്രങ്ങളുടെ ഒരു പാരമ്പര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ഉത്സവം ഇല്ലാണ്ട് എന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഉത്സവം നടത്തുന്ന ഭഗവാനായി ഒരു കാരണവശാലും ഭാവിയിൽ ഡിപ്രഷനോ ലഹരിയുടെ പ്രശ്നങ്ങളോ ഒന്നും ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ടാവും, എനിക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനും എന്റെ കൂടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയണേ. ഉറപ്പായിട്ടും എത്ര പേര് ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂരപ്പനെ ക്യൂ നിന്ന് തൊഴുത്, അകത്ത് കയറി ഗണപതി ഭഗവാനെ തൊഴുത്, പുറത്തിറങ്ങി അയ്യപ്പസ്വാമിയെ തൊഴുത്, പ്രദക്ഷിണം വെച്ച് പ്രസാദം വാങ്ങുന്ന സമയത്ത് എടത്തിരികത്തുകാവ് ഭഗവതിയെ തൊഴുത്, ആ ഭഗവതി പ്രദക്ഷിണം വെക്കുമ്പോ അങ്ങോട്ട് നോക്കിയിട്ട് അവിടെയാണ് മമ്മിയൂര്. മമ്മിയൂരപ്പനെ കാണാതെ ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈമുക്കുമോ? സ്വാഭാവികത. ഞാനൊക്കെ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം പണ്ട് ഞാൻ തന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സന്തോഷം വരുമ്പോഴും ഒരു ആപത്ത് വരുമ്പോഴും ഒരു സങ്കടം വരുമ്പോഴും എപ്പോഴും ഒരു തവണയെങ്കിലും എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുമലിൽ ഒരു കൈ വന്ന് വീഴും ഉറപ്പായിട്ട് വിശ്വസിച്ചോളൂ. ഇത് പണ്ട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ആ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ള അർഹത നമുക്ക് ഉണ്ടാക്കി തന്നത് ഈ ഇരിക്കുന്ന പെരുന്നിനാവളത്തപ്പനാണെന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ മമ്മിയൂരപ്പനാണെന്നുള്ള ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ഗുരുവായൂരിനെ തെരഞ്ഞെടുത്ത ഗുരുവും വായുവും അതിനൊറ്റ കാരണമേയാണ് നിശ്ചയിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവിടെ ലാൻഡ് ചെയ്തു? ഒറ്റ കാരണമേ ഉള്ളൂ. ഇനി നിങ്ങൾ ഗുരുവായൂർ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഗുരുവായൂരപ്പൻ കൃഷ്ണൻ തന്റെ സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന ദ്വാരകയിൽ ഉണ്ടായിരുന്ന ആ വിഗ്രഹം ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഗുരുവായൂരത്തിന്റെ പ്രാധാന്യം, മറിച്ച് അവിടെ മഹാദേവന്റെ പാദസ്പർശം ഉണ്ടായിട്ടുള്ള മണ്ണാണത് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അതുകൊണ്ടാ അവിടെ ഇറക്കിയത്. മഹാദേവന്റെ ഒരു പാരമ്പര്യമാണ്, ആവശ്യമുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ അദ്ദേഹം എല്ലാവർക്കും കൊടുത്ത് ആർക്കും വേണ്ടാത്തത് അദ്ദേഹം സ്വീകരിക്കുന്നതാണ്. പാലാഴി കടഞ്ഞ സമയത്ത് ലക്ഷ്മിയും ഉച്ചൈശ്രവസ് എന്നുള്ള കുതിരയും ഐരാവതവും അമൃതും വന്നപ്പോ ആൾക്കാർ ഓടുകയായിരുന്നു, ഞങ്ങൾക്ക് വേണമെന്നുണ്ട്. ഹലാഹലം കാളകൂടെന്ന് പറഞ്ഞ സമയത്തും ഓടുകയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ സ്വീകരിക്കാൻ പ്രപഞ്ചത്തിൽ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. തന്റെ സുരക്ഷിതത്വം പോലും നോക്കാതെ ഈ പ്രപഞ്ചത്തിന്റെ സുരക്ഷിതത്വം നോക്കി ഭഗവാൻ എന്നാണ് നമ്മൾ പറയുക. കഥയൊക്കെ പറയുമ്പോൾ ഭഗവാൻ സുരക്ഷിതത്വം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് വിഷം പോലും എടുത്ത് പാനം ചെയ്ത ഒരു ഭഗവാൻ, അദ്ദേഹത്തെയാണ് ദിവസവും ചെന്ന് തൊഴാനുള്ള ഭാഗ്യം ഈ ഭാഗത്ത് ജനിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്താണെന്ന് തോന്നുന്നു ആ പ്രഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ട് കുറെ ആൾക്കാർ കേട്ടു, എന്നോട് പറഞ്ഞു, സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എപ്പോഴും ഉയർത്തിപ്പിടിക്കുക. മഹാക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോകണം, ഒരു തർക്കമില്ല. ഞാൻ ആഴ്ചക്കാഴ്ച ഗുരുവായൂർ പോകുന്ന ആള് തന്നെയാണ്. പക്ഷേ ഗുരുവായൂർ എപ്പോഴൊക്കെ പോകുന്നുണ്ടോ ആ പോകുന്നതിന് മുമ്പായിട്ട് വണ്ടി ഒന്ന് നിർത്തി എന്റെ തിരുമാന്താകുന്നതിൽ അമ്മയെ കണ്ട, അമ്മേ ഞാൻ പോയിട്ട് വരാം, സന്തോഷമായിട്ട് എന്റെ കുട്ടി ഇരിക്കണട്ടോ എന്ന് പറഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ. അവനവന്റെ നാട്ടിലെ ക്ഷേത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരം. എന്താപത്ത് വന്നാലും ആദ്യം നമുക്ക് ഓടിച്ചെല്ലാൻ സാധിക്കുക നമ്മുടെ ക്ഷേത്രത്തിലാണ്. അതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് ഓരോരുത്തരുടെയും ധർമ്മം. ഇവിടെ ഒരു ശിവക്ഷേത്രം തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്, ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും തിങ്കളാഴ്ച മാത്രം വന്നിട്ട് എന്നെ കണ്ടാൽ മതി. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും പ്രദോഷത്തിന് മാത്രം ഇവിടെ പോന്നോളൂ, ഞാനിവിടെ ഉണ്ടാവും. ഭഗവാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും തിരുവാതിര മാത്രമാണ് എനിക്ക് ഏറ്റവും ക്യാമ്പപ്പെട്ട ദിവസം. അച്ഛനെയും അമ്മേനെയും എന്നും ചെന്ന് കാണുന്നതാണ് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടം. തന്റെ മക്കൾ വന്ന് തന്നെ കാണുമ്പോൾ അച്ഛനമ്മയ്ക്ക് ഉണ്ടാവുന്ന സന്തോഷം. നിങ്ങളൊക്കെ അമ്മമാരാണ്, അച്ഛന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, എനിക്ക് കുട്ടികളായിട്ടുള്ള എനിക്ക് ആ സന്തോഷം അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ നമ്മുടെ മക്കൾ വന്ന് നമ്മളെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷമില്ലേ? അവരൊന്നും തന്നില്ലെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് അച്ഛ അമ്മേ സുഖാണോ, മരുന്നെന്തെങ്കിലും വേണോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. ആ സംതൃപ്തി നമ്മൾ ഭഗവാൻ കൊടുക്കുക. പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക നമ്മളെ കാണുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും സാധിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും
ഇവിടെ വന്ന് ഭഗവാനെ തൊഴാൻ നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് അത് ശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിനക്ക് എന്ത് ആപത്ത് വന്നാലും പെരുന്നിനകത്തപ്പൻ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഭാവിയിൽ ഡിപ്രഷനോ ലഹരിയുടെ പ്രശ്നങ്ങളോ ഒന്നും ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ടാവും, എനിക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാനും എന്റെ കൂടെ എന്റെ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ഉണ്ടാവും. ഒരിക്കലും അവിടെ എവിടെ ഹുക്കിൽ ഷാള് കുരുക്കണം എന്ന് ആലോചിക്കില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ട്, എന്റെ കൂടെ ഇരിക്കുന്ന ഭഗവാൻ എന്നെ ഈ വിഷമത്തിൽ നിന്നും രക്ഷിക്കുന്നുള്ള ബോധ്യം അവർക്കുണ്ടാവും. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു കീർത്തനാണ് ഇവിടെ ആദ്യം വായിച്ചത്. ഏത്? ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി. ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യം, ഇന്നും ഈ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പനെ നമുക്ക് തന്ന മമ്മിയൂരപ്പനാണെങ്കിലും പല ആളുകൾക്കും ഒരു ശങ്ക ഉണ്ട്, വിഷ്ണു ആണോ ശിവനാണോ കേമത്തരം കൂടുതൽ, അല്ലെ? ശിവനാണോ വലുത് വിഷ്ണു ആണോ വലുത് എന്നുള്ള അടി ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇന്നത് വേറൊരു രീതിയിൽ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്ക് വലിയ വിഷമമുണ്ട്. കേരളത്തിലേക്ക് ആ ഒരു സംസ്കാരം ഇന്ന് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ ജാഗ്രതയോടുകൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണണം. ഞാൻ പൂനെയിൽ പോയ സമയത്ത് ഒരു വീട്ടില് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പൊ അവിടെ ഉള്ള ഒരു കുട്ടി, ഒരു 8 വയസ്സ് 9 വയസ്സ് പ്രായം ഉണ്ടാവുമല്ലോ. ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ഏട്ടാ ഐ യൂസ് ടു സീ യുവർ റീൽസ്, എന്റെ വീഡിയോ കാണാനുണ്ട്, ഐ ലവ് യു ടോക്കിംഗ് അബൌട്ട് ലോർഡ് കൃഷ്ണ, കൃഷ്ണനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, മോനെ സന്തോഷം, ഗുരുവായൂരപ്പൻ അനുഗ്രഹം, അത്രേ പറഞ്ഞുള്ളൂ. ഈ പറഞ്ഞ ഉടനെ കുട്ടി എന്റെ ഫോണിലേക്ക് നോക്കിയപ്പോ എന്റെ ഫോണിന്റെ വാൾപേപ്പർ ഏറ്റുമാനൂരപ്പന്റെ ഒരു ഫോട്ടോ ആയിരുന്നു. ആ സമയത്ത് കുട്ടി കൈ ചൂണ്ടിയിട്ട് ഫോൺ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഏട്ടാ ഹൂ ഇസ് ദിസ്? ഞാൻ പറഞ്ഞു, ഇതാണ് മഹാദേവൻ. ഉടനെ ആ കുട്ടിയുടെ നെറ്റി ഒന്ന് ആ പുരേകക്കൂടി ഒന്ന് വളയണതാ കണ്ടത്. മഹാദേവൻ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയോട് ചോദിച്ചു, ശിവ? ആ അതെ ശിവൻ. അടുത്ത ചോദ്യം ആ കുട്ടിയുടെ വായിൽ നിന്ന് വന്ന എന്താന്ന് പറയുന്നത്, വൈ യു ആർ വർഷിപ്പിംഗ് ശിവ എന്നായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിന് ശിവനെ ആരാധിക്കുന്നു എന്ന് 9 വയസ്സുള്ള ഒരു കുട്ടി എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഞാൻ ചോദിച്ചു, മോനെ എന്താണ് മഹാദേവനെ ആരാധിച്ച പ്രശ്നം? മഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ രക്ഷിതാവല്ലേ, അദ്ദേഹമല്ലേ നമുക്കുള്ളൂ. ഉടനെ ആ കുട്ടി പറഞ്ഞ വാക്ക് ഇവിടെ ഭഗവാൻ മുമ്പിൽ ഞാൻ പറയുന്നില്ല. ശിവ ഈസ് എ സംതിങ്, ഒരു ബാഡ് വേർഡ് ആണ്. എനിക്ക് 100% ഉറപ്പായിരുന്നു 8 വയസ്സ് 9 വയസ്സുള്ള കുട്ടി സ്വയം എന്ത് പറയില്ല. അവനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് അവൻ പറയുന്നത്. നിനക്കിത് ആരാണ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഉടനെ തന്നെ, ഇത് ഞങ്ങൾക്ക് ഭാഗവതം ക്ലാസ് എടുക്കണ ഗുരുജി പറഞ്ഞെന്നാണ്. ഇവിടെ വെച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയണു, മഹാദേവനെ ദ്വേഷിക്കുന്നവരുടെ പുറകെ ഗുരുവായൂരപ്പൻ ഉണ്ടാവും, ഓർത്തു വെച്ചു. മഹാദേവനെ ദ്വേഷിക്കുന്ന ഒരാളോടും ഗുരുവായൂരപ്പൻ ക്ഷമിക്കില്ല. തിരിച്ചും നിങ്ങള് വിഷ്ണു ഭക്തി ഇങ്ങോട്ട് കൂടി 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 വിഷ്ണുവിനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാന്ന് കരുതി ശിവനെ താഴ്ത്തിയാൽ അത് ആത്യന്തികമായിട്ട് ഏറ്റവും കൂടുതൽ ക്രോധം ഉണ്ടാക്കുക വിഷ്ണുവിന് തന്നെയാണ്. തിരിച്ചും. കാരണം ഇതിന് രണ്ടിനെയും രണ്ടായിട്ട് കാണാതെ ഒന്നായി കാണാൻ പഠിപ്പിച്ച ഒരു മഹാത്മാവ് ജനിച്ച സ്ഥലം കൂടിയാണ് എറണാകുളം ജില്ല, ശങ്കര ഭഗവത്പാദം. അദ്ദേഹമാണ് നമ്മളെ പഠിപ്പിച്ചത് ശിവനും വിഷ്ണുവും ഒന്നാണ്. നിങ്ങൾ എത്ര പേര് തമിഴിൽ പൊന്നിയൻ സെൽവൻ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, മണിരത്നം സംവിധാനം ചെയ്ത. അതില് തമിഴിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സൂര്യ, അദ്ദേഹത്തിന്റെ അനുജൻ കാർത്തി ഒരു പ്രത്യേക ഭാഗത്ത് ശിവനും വിഷ്ണുവും ആണോ വലുതെന്ന് പറഞ്ഞ് തല്ലുകൂടുന്ന രണ്ടുപേരെ പിടിച്ചു മാറ്റിയിട്ട് ഒരു പ്രോവർബ്, ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട് തമിഴിലെ. ഏതറിയൂ? ഹരിയും ഹരനും ഒன்று അത് തെരിയാതവൻ വായിലെ മണ്ണ്. അർത്ഥം ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ. ശിവനും വിഷ്ണു ഒന്നാണ്, അത് രണ്ടാണെന്ന് കരുതുന്നവരുടെ വായിൽ മണ്ണാണെന്ന് അയാൾ പറഞ്ഞത്. എപ്പോഴാ വായിൽ മണ്ണ് പറ്റുക? കുഴി കിടക്കുമ്പോ ആൾക്കാര് എത്തിടും. ശിവനെയും വിഷ്ണുവിനെയും രണ്ടായിട്ട് കാണുന്നവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള മെന്റാലിറ്റി ഉള്ളവനാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു കാരണവശാലും ശിവനെയും വിഷ്ണുവിനെയും ഭേദഭാവത്തോടുകൂടി കാണാതിരിക്കുക. ഈ പാട്ട് ഇപ്പൊ വൈഷ്ണവ് വായിച്ചല്ലോ, ഈ പാട്ടിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ആ വരി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കണു. ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. അടുത്ത വരിയിൽ ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനു നീനെ എന്നാണ് ആ പാട്ട്. നിങ്ങൾ കേട്ടുക. ഒന്നാമത്തെ സ്റ്റാൻസിൽ പറഞ്ഞത് ഖൊരലരി ഭസ്മ രുദ്രാക്ഷ ധരിസിത പരമ വൈഷ്ണവനു നീനെ എന്നാണ്.
വൈഷ്ണവര് സാധാരണ രുദ്രാക്ഷം ഉപയോഗിക്കില്ല, തുളസിമാലയൊക്കെ ഉപയോഗിക്കുക. വൈഷ്ണവന് സാധാരണ ഭസ്മം ഉപയോഗിക്കില്ല, കളഭവും ചന്ദനമാണ് ഉപയോഗിക്കുക. ലോകത്തിൽ ഒരു വൈഷ്ണവൻ മാത്രമേ രുദ്രാക്ഷം അണിഞ്ഞിട്ടുള്ളൂ. ലോകത്തിൽ ഒരു വൈഷ്ണവൻ മാത്രമേ ഭസ്മം ധരിച്ചിട്ടുള്ളൂ. അവനാണ് പരമനായിട്ടുള്ള വൈഷ്ണവൻ. അത് അങ്ങാണ് മഹാദേവ എന്ന ആ പാട്ടിന്റെ അർത്ഥം. ആ പാട്ട് കേൾക്കുമ്പോൾ ചിന്തിക്കണം, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ മഹാദേവനാണ്. തിരിച്ചും കഴിഞ്ഞിട്ടില്ല. അടുത്ത വരിയിൽ ഗരുഡ ഗമന നമ്മ പുരന്ധര വിട്ടലന പ്രാണപ്രിയനു നീനെ എന്നാണ്. ഗരുഡന്റെ പുറത്തേറി സഞ്ചരിക്കുന്ന ആ മഹാവിഷ്ണുവിന്റെ പ്രാണപ്രിയനായിരിക്കുന്നതും അങ്ങാണ് ഭഗവാനെ. ആ ഭഗവാനെയാണ് നിങ്ങൾ അകത്ത് പോയി തൊഴുന്നത്. നിങ്ങൾക്ക് ഗുരുവായൂർ ഡെയിലി പോയി തൊഴാൻ പറ്റില്ലെങ്കിൽ, എറണാകുളത്തപ്പനെ ഡെയിലി പോയി തൊഴാൻ പറ്റില്ലെങ്കിൽ എന്തിനു വിഷമിക്കണു? ഇവിടെ വന്ന് പെരുന്നാളത്തപ്പനെ തൊഴുക. അദ്ദേഹത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഭേദഭാവം തോന്നില്ല. ശിവനെയും വിഷ്ണുവിനെയും രണ്ടായി കാണാൻ ജീവിതത്തിൽ സാധിക്കില്ല. രണ്ട്, ഒരു കാരണവശാലും ദയവായി അദ്ദേഹത്തെ ഭയക്കാതിരിക്കുക. ഇന്ന് ശിവനെ എല്ലാവരും സ്നേഹിക്കുകയാണോ ചെയ്യുന്നത്, ബഹുമാനിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും ഭഗവാനെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹിക്കുന്ന കാറ്റഗറി രണ്ടാമത്തേക്ക് മാറി. പല ആൾക്കാരും പറഞ്ഞും പേടിപ്പിച്ച് നമ്മളെ വെച്ചിരിക്കുകയാണ്. ഭഗവാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണ്ണു തുറക്കും, കത്തിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ശൂലെടുത്തറിയും. ഭഗവാനെ വിളിക്കുക തന്നെ ക്ഷിപ്രകോപി അല്ലെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്ന ആള്. അതുകൊണ്ട് ഗുരുവായൂരപ്പനോട് നിങ്ങൾ കാണിക്കണം ലൈസൻസ് നിങ്ങൾ ആരോട് കാണിക്കണില്ല? അത് പാടില്ല. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് നടക്കാം, കൊഞ്ചിക്കാം, എണ്ണ കൊടുക്കാം. മഹാദേവൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടുള്ള ഭക്തിയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൽ ഒറ്റൊരു ഭാഗം പറഞ്ഞ് മാത്രം ഞാൻ അവസാനിപ്പിക്കാം. വൈഷ്ണവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വായിക്കും. എത്ര പേര് ശ്രീകാളഹസ്തിയിൽ പോയിട്ടുണ്ട്? യെസ്, ശ്രീകാളഹസ്തിയിൽ ഇരിക്കുന്ന വായുലിംഗം അല്ലെ, ഭഗവാന്റെ വായുലിംഗമാണ് ശ്രീകാളഹസ്തിയിലുള്ളത്. അതിന്റെ ആ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം, ശ്രീ എന്നുള്ള ശബ്ദം കൊണ്ട് ഒരു എട്ടുകാലി, കാല എന്നുള്ള ശബ്ദം കൊണ്ട് ഒരു പാമ്പ്, ഹസ്തി എന്നുള്ള ശബ്ദം കൊണ്ട് ആന. ഇവര് മൂന്ന് പേരാണ് അമ്പലം ഉണ്ടാക്കിയത്. പക്ഷെ ആ അമ്പലത്തിന്റെ കേൾവി പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചത് ഒരു വേടനാണ്, ഒരു കാട്ടാളനാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ണപ്പൻ തൊളികളെ. അദ്ദേഹം ഈ ശിവലിംഗത്തിനോട് അത്യധികം പ്രേമം തോന്നിയിട്ട് ആ ശിവലിംഗത്തെ പൂജിച്ചതിനെ കുറിച്ച് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധാര കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയ പാത്രത്തിൽ ഓട്ട വന്ന് വെള്ളം മുഴുവൻ ചോർന്നു പോയപ്പോ, കയ്യിൽ വെള്ളം കോരി ഒഴിക്കാൻ വേണ്ടി ഓടിപ്പോയി വെള്ളം മുഴുവൻ ചോർന്നു പോയപ്പോ വായിൽ നിറയെ വെള്ളം എടുത്തിട്ട് ശിവലിംഗത്തിലേക്ക് നീട്ടി തുപ്പി, ഭഗവാനെ എന്റെ ധാര അങ്ങ് സ്വീകരിക്കണേ എന്ന് നിഷ്കളങ്കമായിട്ട് പറഞ്ഞ കണ്ണപ്പൻ. ഏത് ശിവൻ കത്തിച്ചു മൂപ്പരെ? എവിടെയെങ്കിലും ഭഗവാൻ വന്ന് ഉണ്ടോ? അദ്ദേഹം വേട്ടയാടി കൊണ്ടുവന്ന മാംസം ഭഗവാന് നേദിച്ചു. അദ്ദേഹം വേറൊന്നും കൊടുക്കാണ്ടായിരുന്നില്ല, പാൽപ്പായസം കൊടുക്കാണ്ടായിരുന്നില്ല. ഭഗവാൻ ഹാപ്പി ആയിട്ട് കഴിച്ചു. ഒരു പുഷ്പാഞ്ജലിയും കഴിക്കാൻ അറിയില്ലായിരുന്നു. പുറകിലെ പിടിച്ച് മരം പിടിച്ച് കുലുക്കി, കുറെ കൂളത്തില വീണു. ഭഗവാനെ ഇത് അങ്ങേക്കുള്ള പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു. ഭഗവാൻ എവിടെയാണ് ഒരു ഭേദഭാവം കാണിച്ചത്? നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഒരു ദിവസം വന്ന സമയത്ത് ഒരു കണ്ണിൽ നിന്ന് ചോര വന്നു. കണ്ണപ്പൻ പറഞ്ഞു, നിനക്കില്ലാത്ത കണ്ണ് എനിക്ക് എന്തിനാണ് ശിവനെ എന്ന് പറഞ്ഞു സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ച് എടുത്തു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ കണ്ണിന്നും ചോര വന്നു. കണ്ണപ്പൻ ചിരിക്കത്ര ചെയ്തു, നീ എന്റെ കൂടെ കളിക്കുകയാണോ ശിവനെ? രണ്ടാമത്തെ കണ്ണ് വേണമെങ്കിൽ ചോദിച്ചാൽ പോരെ? ഇങ്ങനെ തമാശ കളിക്കണമെന്ന് കരുതി രണ്ടാമത്തെ കണ്ണും കുത്തിപ്പൊട്ടിക്കാൻ പോയ സമയത്ത് കൈ പുറകിലേക്ക് വലിച്ചു. അത് കണ്ണു കൊടുക്കാൻ മടിയുണ്ടായിട്ടല്ല. ഈ കണ്ണും പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ണെടുത്ത് നിനക്ക് എവിടെ ഫിറ്റ് തരും? ഇതിന്റെ സ്ഥാനം പറയണല്ലോ, മൂക്കിന്റെ അവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അടയാളം പിടിക്കുന്നുണ്ട് ശിവനെ എന്ന് പറഞ്ഞ് ഇടത്തെ കാല് പൊക്കിയിട്ട് ഇടത്തെ കാലില് തള്ളവിരല് കണ്ണിന്റെ മുകളിൽ ചവിട്ടി പിടിച്ചു കണ്ണപ്പൻ. എന്നിട്ട് സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ആ അടയാളം പിടിച്ച കണ്ണ് കാലിന്റെ ഭാഗത്ത് കൊണ്ടുവച്ചു. ശിവലിംഗത്തിൽ ചവിട്ടി കണ്ണപ്പൻ. ഏത് ശിവൻ മൂന്നാമത്തെ കണ്ണ് തുറന്ന് കത്തിച്ചു? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞേ, മോനെ നിന്നെ പോലൊരു ഭക്തനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. അതാണ് ശിവൻ. ആരെങ്കിലും നിങ്ങളെ ഭഗവാനെ ഭയക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ കാശ് കൊടുത്തു വിടുക. എന്റെ അച്ഛനെ ഞാൻ എന്തിനു ഭയക്കണം എന്ന് തിരിച്ചവരോട് ചോദിക്കുക. അച്ഛൻ ശിക്ഷിക്കും, അച്ഛൻ നശിപ്പിക്കില്ല, അത്രേ ഉള്ളൂ. അമ്മ ശിക്ഷിക്കും, അമ്മ നശിപ്പിക്കില്ല. നമ്മുടെ ഒരു ഈശ്വരന്മാരും നമ്മളെ നശിപ്പിക്കില്ല. നമ്മളെപ്പോഴും സംരക്ഷിക്കുന്നവരാണ് അവർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, ഈ താറാക്കൂട്ടങ്ങളെ കൊണ്ടുവരും. അപ്പൊ ഈ താറാക്കൂട്ടങ്ങൾ ഒരു ലൈനിൽ ഇങ്ങനെ പോകുമ്പോ ചില താറാവുകൾ അവർക്കൊരു
പ്ലേസ് ആണ്, കുറച്ച് അങ്ങോട്ട് പോവാം എന്ന് കരുതിയിട്ട് കുറച്ചെണ്ണം അങ്ങോട്ട് പോകും. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വലിയ വടി കൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ 2 തട്ട് കൊടുക്കും. അപ്പൊ അത് വീണ്ടും ഈ കൂട്ടത്തിന്റെ ഇടയിൽ തന്നെ വരും. ഈ തട്ട് കിട്ടിയില്ലെങ്കിൽ വണ്ടി കയറി ചാവും, താറാവും. ഈ തട്ടാണ് ഭഗവാൻ ഇടയ്ക്ക് നമുക്ക് ഓരോ തരുന്നത്. നല്ലതാണത്. കാരണം ഹീസ് കൺസേൺഡ് അബൌട്ട് യു. സന്തോഷിക്കുക. നമ്മളെ കുറിച്ച് ആര് കൺസേൺഡ് ആണ്? ഭഗവാൻ കൺസേൺഡ് ആണ്. നിന്റെ കുട്ടി വഴിതെറ്റി പോവരുത് എന്ന് ഭഗവാൻ തോന്നലുള്ളത് കൊണ്ട് ഭഗവാൻ നമ്മളെ അടിച്ചു. ഭഗവാനോട് നന്ദി പറയുക. എന്നെ തിരുത്താൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഭഗവാനെ എന്ന് പറയാം. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിരവധി ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ട്. എങ്കിലും കേരളത്തിന്റെ മുഴുവൻ ശിവക്ഷേത്രങ്ങളുടെ ഒരു പാരമ്പര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ഉത്സവവും ഇല്ലാണ്ട് എന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഉത്സവം നടത്തുന്ന ഭഗവാനായി, വടക്കുന്നാഥനായിട്ട് ഭഗവാൻ തൃശ്ശിവപ്പേരൂരിൽ, പേരിൽ തന്നെ ഭഗവാന്റെ ആ പേരുള്ള സ്ഥലമാണ്. ആ തൃശ്ശിവപ്പേരൂരിൽ ഇരിക്കുന്ന ഭഗവാൻ, കിരാതമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്